ജന്തർ മന്ദറിൽ വളരെ സമാധാനപരമായും ഗാന്ധിയൻ മാർഗത്തിലും സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സോനം വാങ്ചുക്കിനെ ഇന്നലെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഓരോ ദിവസവും കൂടുതൽ അപകടാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് ഇന്നലെ തന്നെ അതിൻ്റെ ഒരു കൺസേൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, അവിടെ സന്ദർശിച്ച മറ്റെല്ലാവരും ആ കൺസേൺ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അതിൻ്റെ പശ്ചാത്തലത്തിൽ, ആ സന്ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സോനം വാങ്ചുക്കിൻ്റെ ആരോഗ്യനിലയിലെ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് MP എന്ന നിലയിൽ കത്തയച്ചിട്ടുണ്ട്. അനുതാപപൂർവം ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ഈ പ്രശ്നത്തിൽ ജനാധിപത്യപരമായ സംഭാഷണങ്ങൾക്കും ചർച്ചകൾക്കും കേന്ദ്ര സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പരിപാലനത്തിൽ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായി നിങ്ങളോട് വിശദീകരിക്കാനുള്ള ഒരു കാര്യം. ഇതിന് പുറമെ മറ്റൊരു കാര്യം, അയോധ്യയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസത്തെയും വാർത്തകൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ക്ഷേത്രക്കൊള്ള, രാമനെ തന്നെ, ഭഗവാനെ തന്നെ കൊള്ളയടിച്ച സംഘപരിവാറിൻ്റെ മുഖം മൂടിയാണ് ഇപ്പോൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. അവിടെ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തെ സംബന്ധിച്ചുള്ള തന്നെ തർക്കങ്ങൾ BJPക്കുള്ളിൽ പുകയുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾക്കൊന്നും തന്നെ യഥാർത്ഥ കുറ്റവാളികളെയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രശ്നത്തെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നാണ് DYFIയുടെ വിശ്വാസം. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു SITക്ക് മാത്രമേ നീതിയുക്തമായൊരു അന്വേഷണം ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിന് തയ്യാറാകണം. അത്തരമൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ അല്പമെങ്കിലും നീതി ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം, രാമനെ ചൂണ്ടി അധികാരത്തിൽ വന്നവരാണ് BJP. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ തിരഞ്ഞെടുപ്പ് ഇന്ധനമാക്കി മാറ്റിയ ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കടുത്ത ആൻറ്റി ഇൻകുംബൻസി അദ്ദേഹത്തിൻ്റെ സർക്കാർ നേരിട്ടിരുന്നു. അത് പല ഘട്ടങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ആ ഭരണവിരുദ്ധ വികാരത്തിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി മോദി ഇന്ധനമായി ഉപയോഗിച്ചതാണ് ഈ രാമക്ഷേത്രം. അതിൻ്റെ ഉദ്ഘാടനം അതൊരു വലിയ നേട്ടമായി അവതരിപ്പിച്ചത്. ആ നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, എന്തുകൊണ്ടാണ് ഈ വലിയ രാമക്ഷേത്ര കൊള്ള നടന്നിട്ട് ഈ നിമിഷം വരെ മിണ്ടാതിരിക്കുന്നത്? ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരാശങ്കയും എവിടെയും പ്രകടമായി കണ്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ നിശബ്ദതയിൽ ദുരൂഹതയുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. എന്തുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നില്ല? ഇത് വളരെ പ്രസക്തമായൊരു കാര്യമായി തോന്നുകയാണ്. അതായത് ചമ്പത്രയെ അടക്കമുള്ളവരെ രക്ഷിക്കാനെന്നാണോ, അതല്ലെങ്കിൽ പ്രധാനമന്ത്രി? അല്ല, ഞാനിപ്പോൾ മറ്റൊരു കാര്യത്തിലേക്കും പോകുന്നില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ രാമക്ഷേത്രമാണല്ലോ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഇന്ധനം. അപ്പോൾ ഇതുവരെ ഇതിലൊരാശങ്കയും അദ്ദേഹത്തിനില്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു തരത്തിലുള്ള പ്രതികരണവും പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല. RSS മേധാവി ഇന്നലെ റാം എന്നാണ് ഇതിൽ ചോദ്യത്തിന് മറുപടി. അതെ, RSS മേധാവിയുടെ മറുപടി ഒഴിഞ്ഞുമാറുന്ന മറുപടിയായിരുന്നു. വസ്തുതകളെ അഡ്രസ്സ് ചെയ്യുന്ന മറുപടിയായിരുന്നില്ല. നിരാശാജനകമായ മറുപടിയായിരുന്നു. പിന്നെ RSSൻ്റെ പ്രതിനിധിക്ക് അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. വേറെ എന്ത് പറയാനാണ്? കാരണം എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, പൂർണ്ണമായി എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് SIT വേണം. ആ SIT സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള SIT ആണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. പ്രധാനമന്ത്രിയുടെ മൗനം വെടിയണം. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോഴും മൗനത്തിൽ തുടരുന്നത്? അപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് പൊതുവിൽ CPIM ആലോചിച്ച് പറയും. CPIM ഇത് സംബന്ധിച്ച് തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് CPIMൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. DYFIയുടെ നിലപാട്, അഭിപ്രായവും പറയുകയാണെന്ന് മാത്രം. അല്ല, അത് കാണേണ്ട കാര്യം, രണ്ട് ഡീലാണ്, രണ്ട് മലീഷ്യസ് ഡീൽ, രണ്ട്
അധാർമികമായ കച്ചവടമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിലൊന്ന് കള്ളാണ്, മറ്റൊന്ന് കടലാണ്. കേരളത്തിലെ കടകൾ നിറയെ ബെക്കാഡിയും കടൽ നിറയെ അദാനിയുമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മന്ത്രം. ഇവിടെ ഇന്നലെ ശ്രീ കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണം കണ്ടു കഴിഞ്ഞ ദിവസത്തെ. ആ പ്രതികരണത്തിൽ സത്യസന്ധതയുണ്ടോ, ആത്മാർത്ഥതയുണ്ടോ എന്ന് ശ്രീ കെ സി വേണുഗോപാൽ വ്യക്തമാക്കണം. അങ്ങനെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ കെ സി പറഞ്ഞത് കേരളം ഭരിക്കുന്നത് BJP ആണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആ ചോദ്യം പ്രസക്തമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ശ്രീ കെ സി പറഞ്ഞൊരു കാര്യം, അദാനിക്കെതിരെ യുദ്ധം നയിക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിൽ എങ്ങനെ അദാനിക്ക് ധൈര്യം വന്നു എന്നാണ് ചോദിച്ചത്. ആ പറഞ്ഞതിൽ ആത്മാർത്ഥമുണ്ടോ? അങ്ങനെയെങ്കിൽ ശ്രീ വി ഡി സതീശൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ദുരൂഹമായ മംഗലപുരം യാത്രയെക്കുറിച്ചും അവിടെ വെച്ച് അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡൻറ്റുമായി അദ്ദേഹം നടത്തിയ ദുരൂഹമായ കൂടിക്കാഴ്ചയെക്കുറിച്ചും ശ്രീ കെ സി വേണുഗോപാലിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് വ്യക്തമാക്കണം. ശ്രീ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം എന്താണ് എന്ന് വ്യക്തമാക്കണം. ഇവിടെ കാണേണ്ട ഒരു കാര്യം, രാജ്യത്തെമ്പാടുമുള്ള കോൺഗ്രസ് നേതാക്കൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നടത്തുന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് എന്താണ്? രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ വിമാനം പിടിച്ച് ഡൽഹിയിൽ വന്ന് AICC പ്രസിഡന്റിനെ കാണും, കോൺഗ്രസ് പ്രസിഡന്റിനെ കാണും. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ഒരാൾ ആ പതിവ് തെറ്റിച്ചു. അത് ശ്രീ വി ഡി സതീശനാണ്. അദ്ദേഹം കണ്ടത് പ്രസിഡന്റിനെ തന്നെയാണ്, പക്ഷേ കോൺഗ്രസ് പ്രസിഡന്റിനെയല്ല, അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റിനെയാണ് പോയി കണ്ടത്. അപ്പോൾ ശ്രീ സതീശന് കോൺഗ്രസ് പ്രസിഡന്റിനേക്കാൾ മുഖ്യം അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റായിരുന്നു. കാര്യസാധ്യത്തിന് അതാണ് ശരിയായ വഴി എന്ന് ശ്രീ വി ഡി സതീശൻ തിരിച്ചറിഞ്ഞിരുന്നു എന്നല്ലേ അതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. അപ്പോൾ ശ്രീ കെ സിയോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങളീ പറഞ്ഞത് ശരിയാണ്, രാഹുൽ ഗാന്ധി അങ്ങനെ യുദ്ധം നയിക്കുന്ന, അദാനിക്കെതിരെ യുദ്ധം നയിക്കുന്നയാളാണ് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ രാഹുൽ ഗാന്ധിയെയും മറികടന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ തീരുമാനത്തെയും മറികടന്ന് അദാനി ഗ്രൂപ്പിന് കൈകൊടുത്ത അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റുമായി ദുരൂഹമായ കൂടിക്കാഴ്ച നടത്തിയ ആൾ പിന്നെങ്ങനെ മുഖ്യമന്ത്രി കസേരയിലെത്തി എന്നുകൂടി ശ്രീ കെ സി വ്യക്തമാക്കണം. ശ്രീ കെ സി പറഞ്ഞത് ആത്മാർത്ഥതയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് എങ്കിൽ അദ്ദേഹം ഈ കൂടിക്കാഴ്ചയുടെ ദുരൂഹതയെക്കുറിച്ചൊരു വ്യക്തമാക്കണം. ഇവിടെ ഇപ്പോൾ വരുന്ന പ്രശ്നം, നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോഴുണ്ടായ ഈ ഓഹരി കൈമാറ്റത്തിൽ കേരളത്തിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. കേരളത്തിൻ്റെ അവിടെ മൊണോപ്പൊളിയായി മാറുന്നതിൽ ഈ കപ്പൽ കമ്പനിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട മൊണോപ്പൊളി ഒരുപാട് ആശങ്കകൾ വന്നു കഴിഞ്ഞു. കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ വളർച്ചയെ സംബന്ധിച്ച്, വികസനത്തെ സംബന്ധിച്ച് ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ ഈ ദുരൂഹമായ നീക്കങ്ങൾ നടത്തിയത് അടിയന്തരമായി നിർത്തിവെക്കണം. ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ നടക്കാൻ പാടില്ല. ഈ ദുരൂഹമായ ഡീൽ, ആ ഡീൽ മംഗലാപുരം യാത്രയുടെയും അവിടുത്തെ കൂടിക്കാഴ്ചയുടെയും തുടർച്ചയാണോ എന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ടോ? MP, ഒരു സംശയം, ഈ അദാനി എന്ന് പറയുന്നത് രാജ്യത്തെ എയർപോർട്ട്, പോർട്ടുകളുടെയൊക്കെ നടത്തിപ്പിൽ അവർക്കൊരു മോണോപ്പൊളി രാജ്യത്തുണ്ട്. ഈ MSC എന്ന് പറയുന്നത് രാജ്യാന്തര രംഗത്ത് സമാനമായിട്ടുള്ള ഒരു ഷിപ്പിംഗ് കമ്പനി. അപ്പോൾ അതെങ്ങനെ കേരളത്തെ ബാധിക്കും എന്നുള്ളത് കേരളത്തിൻ്റെ MPയുടെ ഒരു വിലയിരുത്തൽ? അല്ല, അത് കേരളത്തിൻ്റെ ഇത് നമ്മളിപ്പോൾ അതിൽ വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ലഭിക്കേണ്ട വരുമാനമുണ്ട്. ആ കേരളത്തിന് ലഭിക്കുന്ന വരുമാനം അത് സംബന്ധിച്ചുള്ള ആശങ്കയുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഇത് നീണ്ടുപോകുന്നുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സഭയ്ക്കുള്ളിൽ തന്നെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ സഖാവ് പിണറായി വിജയനെ സംബന്ധിച്ചുള്ള ആശങ്ക വ്യക്തമാക്കിയതാണ്. എന്തുകൊണ്ടാണെന്ന് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി തന്നെ പറയുകയാണ്, ഞങ്ങളിത് അറിഞ്ഞില്ല ഈ ഓഹരി കൈമാറ്റം. ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി നടത്തിയ ഓഹരി കൈമാറ്റം, അങ്ങനെ ഒരു ഓഹരി കൈമാറ്റം നടത്താൻ ഏകപക്ഷീയമായൊരു തീരുമാനം എടുക്കാൻ അദാനി ഗ്രൂപ്പിന് അധികാരമില്ല. കേരള ഗവൺമെൻറ് അറിഞ്ഞ് നടത്തേണ്ട ഒരു കാര്യമാണ്. പറയട്ടെ, ഇല്ല ഒരിക്കലുമല്ല. അല്ല എന്നും അറിഞ്ഞിട്ടില്ല എന്നും അതിൽ മുഖ്യമന്ത്രി സഭയ്ക്കുള്ളിൽ പറഞ്ഞപ്പോൾ മുഖ്യരക്ഷിക്കാൻ അങ്ങനെ പറയേണ്ടി വന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തർക്കം ഇപ്പം നിലവിലില്ല. കോൺഗ്രസ് നേതൃത്വത്തിനില്ല, മുഖ്യമന്ത്രിക്കില്ല. താങ്കൾ ഉന്നയിച്ച തർക്കം അദാനിയുടെ മാത്രം വാദമാണ്. അദാനിയുടെ വാദം ഞങ്ങളിപ്പോൾ എടുക്കുന്നില്ലല്ലോ. രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അത് സംബന്ധിച്ചൊരു തർക്കം, നിങ്ങൾ ഉന്നയിച്ച തർക്കമില്ല. അത് അദാനിയുടെ വാദം മാത്രമാണ്. എന്നിട്ട് അദാനി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ കരാറിലേക്കൊന്നും പോയിരുന്നില്ല എന്നൊരു മുൻകൂർ ജാമ്യം അവരെടുക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിൽക്കട്ടെ. അത് ഇവിടെ വരുന്നത് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്.
ഇവിടെ വരുന്നത് കേരളത്തെ സംബന്ധിച്ചുള്ള രണ്ട് ദുരൂഹമായ ഡീലുകൾ നടന്നിരിക്കുന്നു. അത് രണ്ടും എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതൊന്ന് ബെക്കാഡിയുമായി ബന്ധപ്പെട്ട ഡീലാണ്, രണ്ട് അദാനിയുമായി ബന്ധപ്പെട്ട ഡീലാണ്. ഇത് രണ്ടും വലിയ കൂട്ടുകച്ചവടത്തിൻ്റെ സൂചനകളാണ് നൽകുന്നത്. അപ്പോൾ MSCയുടെ വിദേശ നിക്ഷേപം എന്തായാലും വേണ്ട. അല്ല, MSCയുടെ ഒരിക്കലും പാടില്ല. അത് കേരളത്തിൻ്റെ പൊതു താല്പര്യത്തെ ഹനിക്കുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കരാറും പാടില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് MSCയുമായിട്ടായാലും ശരി, നാളെ വേറെ ഏതെങ്കിലും ഒരു ഷിപ്പിംഗ് കമ്പനിയുമായാലും ശരി, കേരള സർക്കാരിനെ, കരാറിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഏകപക്ഷീയമായി അദാനിയുടെ ബിസിനസ് നടത്താൻ പറ്റുന്ന സ്ഥലമല്ല, അങ്ങനെ ഒരു സംവിധാനമല്ല. അദാനിയുടെ അവിടുത്തെ ഒരു പാർട്ണർ എന്ന് പറയും, നിങ്ങൾ പറഞ്ഞല്ലോ, ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അദാനി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, പോർട്ടുകൾ, എയർപോർട്ടുകൾ. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ അപ്പുറത്തെ വശത്ത് ഗവൺമെൻറ്റാണുള്ളത്, ഗവൺമെൻറ് ഓഫ് കേരള ആണുള്ളത്, ജനങ്ങളാണുള്ളത്. അപ്പോൾ അവിടെ ഗവൺമെൻറ്റിനോടുള്ള കോൺട്രാക്റ്റിനെ ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായി പോകാൻ അവർക്കെന്ത് അവകാശം? ഇത് തന്നെയാണ് KC വേണുഗോപാലൻ ചോദിച്ച ചോദ്യം. പക്ഷേ ആ ചോദ്യത്തിൽ ആത്മാർത്ഥതയുണ്ടോ? ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എനിക്കറിയേണ്ട കാര്യം, അങ്ങനെയാണെങ്കിൽ അദാനി ഗ്രൂപ്പുമായി വലിയ യുദ്ധം നടത്തുന്ന ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി എങ്കിൽ, ആ രാഹുൽ ഗാന്ധിയുടെ നാട്ടിലെ ശ്രീ VD സതീശൻ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ VD സതീശൻ അതേ അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റുമായി മംഗലാപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിൽ, ദുരൂഹമായ കൂടിക്കാഴ്ച, ശ്രീ KC വേണുഗോപാലിൻ്റെ അഭിപ്രായം പറയണം, ശ്രീ രാഹുൽ ഗാന്ധിയുടെ കമൻറ്റ് പറഞ്ഞു. അത് വരണ്ടേ? അത് വരുന്നില്ല. അത് വരാതെ രാഹുൽ ഗാന്ധി ഇപ്പോഴും യുദ്ധം നയിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥമുള്ളത്? അത് വരട്ടെ. പിന്നെ ആ കൂടിക്കാഴ്ച നടത്തിയ ആൾ, അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് താല്പര്യമില്ലാത്ത ആളുമായി കൂടിക്കാഴ്ച നടത്തിയ, കമ്പനിയുമായി ദുരൂഹമായൊരു കൂടിക്കാഴ്ച നടത്തിയ ആൾ മുഖ്യമന്ത്രിയായെങ്കിൽ രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ പവർ പോയിൻ്റൂടെ ഡൽഹിയിൽ രൂപപ്പെട്ടോ? അതും കോൺഗ്രസ് വ്യക്തമാക്കട്ടെ. ഈ ദിവ്യയെ മാറ്റിയതും അദാനിക്ക് വേണ്ടിയാണെന്ന് KK രാജേഷ് ആരോപണം. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായ അറിയാത്തൊരു കാര്യം ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. എന്തായാലും അവിടെ നടക്കുന്നത് ഈ രണ്ട് കാര്യത്തിലും അങ്ങേയറ്റത്തെ ദുരൂഹതയുണ്ട്. ആ ദുരൂഹതയിൽ മുഖ്യമന്ത്രി വല്ലാതെ വെള്ളം കുടിക്കുന്നുണ്ട്. അത് കൂടുതൽ വിവരങ്ങൾ ഭാവിയിൽ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങളെല്ലാം വിശ്വസിക്കുന്ന കാര്യം. ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ ഈ പറഞ്ഞ അദാനിയുടെ കമ്പനി മറ്റൊരു കമ്പനിയുമായി കരാർ ഏർപ്പെടുന്നത് സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. നാടിന് നിക്ഷേപത്തെക്കാൾ കൂടുതൽ സ്വകാര്യ നിക്ഷേപത്തെയാണ് BJP വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അതെ, ശശി തരൂർ ഭരണം പിന്നോട്ട് കൊണ്ടുപോയ, സാമ്പത്തിക മുന്നോട്ട് കൊണ്ടുപോയത് ആവശ്യമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട്. അതായത് മാരാർ ഭവൻ്റെ, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, ദൗർഭാഗ്യവശാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പല തീരുമാനങ്ങളും എടുക്കുന്നത് KPCCയുടെ മനമറിഞ്ഞല്ല, മറിച്ച് മാരാർ ഭവൻ്റെ മനമറിഞ്ഞാണ്. അത് ഇതിലും ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ അവർ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ പ്രകടന പത്രികയിലെ പല കാര്യങ്ങളുമാണ് ബഡ്ജറ്റിലുള്ളത് എന്ന് BJP അവകാശം ഉന്നയിച്ചു. അപ്പോൾ ഇന്ദിരാഭവൻ്റെ മനമറിഞ്ഞല്ല, മറിച്ച് മാരാർ ഭവൻ്റെ മനമറിഞ്ഞാണ് CMO കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് വ്യക്തമാവാം. അതിനും KC ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അവരൊക്കെ തന്നെ മറുപടി പറയട്ടെ. ഞങ്ങൾ ജനങ്ങളോട് ഇതെല്ലാം പറയും.